CDS തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭ UDF ഭരണ നേതൃത്വത്തിനെതിരെ യൂത്ത് കോൺഗ്രസ്. UDFന് 11 വനിതാ കൗൺസിലർമാർ ഉണ്ടായിരിക്കെ 10 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവസരത്തിൽ 8 പേരെ മാത്രം ഉൾപ്പെടുത്തി 2 അംഗങ്ങളെ BJPയിൽ നിന്ന് ഉൾപ്പെടുത്തിയത് മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നടപടിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. സംഘപരിവാർ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പറഞ്ഞു. കായംകുളം നഗരസഭയിലെ UDF ഭരണ നേതൃത്വത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കായംകുളം നഗരസഭയിലെ വനിതാ ജനപ്രതിനിധികളെ CDSയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് UDF നേതൃത്വം സ്വീകരിച്ച നിലപാട് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുന്നതാണ്. കായംകുളം നഗരസഭയിലെ UDFന്റെ 11 വനിതാ കൗൺസിലർമാർ ഉണ്ടായിരിക്കെ 10 വനിതാ കൗൺസിലർമാരെ CDSയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിൽ UDFന്റെ 8 കൗൺസിലർമാരെ മാത്രം നാമനിർദ്ദേശം ചെയ്യുകയും 2 BJP കൗൺസിലർമാരെ നാമനിർദ്ദേശം ചെയ്ത പ്രവണത തികച്ചും തെറ്റായ സമീപനവും രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാക്കുന്ന സമീപനവുമാണ് UDFന്റെ കായംകുളത്തെ UDF പാർലമെന്ററി പാർട്ടി നേതൃത്വവും ചെയർമാനും സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നാമനിർദ്ദേശം ചെയ്യുന്നതിലൂടെ കേരളത്തിലെ മതനിരപേക്ഷത മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനങ്ങളെയും എങ്ങനെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് UDF നേതൃത്വം കായംകുളത്തെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള ഈ BJP ആളുകളെ ജനപ്രതിനിധികളെ CDSയിലേക്ക് വെച്ചതിനെ യൂത്ത് കോൺഗ്രസ് ശക്തമായി അപലപിക്കുകയാണ്. ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ കഴിയുന്നതാണെങ്കിൽ ചെയർമാനും UDF പാർലമെന്ററി പാർട്ടിയും ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പറയുന്നു. നഗരസഭയിലെ വനിതാ ജനപ്രതിനിധികളെ CDS ഭരണസമിതികളിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നടപടിയിൽ UDF നേതൃത്വം സ്വീകരിച്ച തീരുമാനം അതീവ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDFന് 11 വനിതാ കൗൺസിലർമാർ ഉണ്ടായിരിക്കെ 10 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവസരം ഉള്ളപ്പോൾ 8 പേരെ മാത്രം ഉൾപ്പെടുത്തി 2 അംഗങ്ങളെ BJPയിൽ നിന്നും ഉൾപ്പെടുത്തിയത് UDF പിന്തുടരുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കും മതനിരപേക്ഷ മൂല്യങ്ങൾക്കും വിരുദ്ധമായ നടപടിയാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സ്വന്തം മുന്നണിയിൽ അർഹരായ അംഗങ്ങൾ ഉണ്ടായിരിക്കെ BJPക്ക് പ്രാതിനിധ്യം നൽകിയത് ഭരണപരമായ തീരുമാനമെന്നതിലുപരി ഗൗരവമുള്ള രാഷ്ട്രീയ സന്ദേശമാണ് ജനങ്ങൾക്ക് മുമ്പാകെ നൽകുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അവരെ ഭരണസമിതികളിൽ പങ്കാളികളാക്കുന്ന ഏത് നടപടിയും തെറ്റായ രാഷ്ട്രീയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ UDF പ്രവർത്തകരിലും ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളിലും കടുത്ത പ്രതിഷേധത്തിനും ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. ഈ തീരുമാനത്തിന് ഉത്തരവാദികളായ നഗരസഭാ ചെയർമാനും UDF പാർലമെന്ററി പാർട്ടി നേതൃത്വവും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും പൊതുസമൂഹത്തോടും UDF പ്രവർത്തകരോടും വ്യക്തമായ വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ സംഘടനാപരമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ, ജില്ലാ സെക്രട്ടറി അസിഫ് സെലക്ഷൻ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തിൽ, അഫ്സൽ, സുജായി കടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.